താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആലുവ രാജഗിരി ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിൽ നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആലുവ രാജഗിരി ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അവർക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഏറ്റവും അവസാന നിമിഷത്തിൽ അവർ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയോട് കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ ഏറ്റവും സൗകര്യപ്രദമായ സമയം ആ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കടകളിലിരിക്കുന്ന വ്യാപാരികൾ കട തുറന്നതിൻ്റെതായിട്ടില്ല ഈ ക്ലാസ് മറ്റു കാര്യങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ തന്നെ ഈ പരിപാടി വെച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ കടകളിൽ നിന്ന് നിർത്തും. അതുപോലെ തന്നെ അവരുടെ ജീവനക്കാർക്ക് ഈ സൗകര്യമുണ്ട്. ഇവിടെയുള്ള അങ്കമാലി പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളിലും ഇത് ഉപകാരപ്രദമായിട്ട് വരും. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പലർക്കും സാധിക്കാത്ത നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി സാധിക്കുന്ന പല ടെസ്റ്റുകളും നമുക്കിവിടെ. വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിൽ നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. രാജഗിരി ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലായി പരിശോധനകൾ നടന്നു. വ്യാപാരികളുടെയും സാധാരണക്കാരുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്കെത്തിക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും രാജഗിരി ആശുപത്രി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അത് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിരോധീകരിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനം പ്രതിരോധീകരിക്കുക എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് പറയാം. പ്രതിരോധീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. പ്രതിരോധീകരിച്ചാൽ നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ആ ക്യാപ്ഷൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം.